വിശുദ്ധ പൗലോസ്ലീഹ. ക്രൈസ്തവ സഭയിൽ 12 അപ്പോസ്തലന്മാരോടൊപ്പം സ്ഥാനമുള്ള വ്യക്തിയാണ് പൗലോസ്ലീഹ. സഭയുടെ പ്രധാന ശില്പി എന്നും ജാതികളുടെ അപ്പോസ്തലൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. തർസോസിൽ ക്രിസ്തുവർഷത്തിന്റെ ആദ്യ ദശകത്തിൽ ജനിച്ച പരീശനും ജന്മം കൊണ്ട് റോമാ പൗരനും ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന മതപഠനം നടത്തിയവനുമായിരുന്നു പൗലോസ്. ആദ്യ പേര് ശൗൽ എന്നായിരുന്നു. മാനസാന്തരത്തിന് ശേഷം പൗലോസ് എന്ന് പേര് നൽകി. ക്രിസ്തു മാർഗത്തിന്റെ ഉഗ്രപീഡകനായിട്ടായിരുന്നു ശൗലിന്റെ രംഗപ്രവേശനം. ക്രൈസ്തവ സഭയുടെ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസ് ശമ്മാശന്റെ രക്തസാക്ഷി മരണത്തിന് സാക്ഷിയായിരുന്നു ശൗൽ. ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനുള്ള അധികാരപത്രവുമായാണ് ദമസ്കോസിലേക്കുള്ള യാത്ര. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് ശൗലിന് കർത്താവിന്റെ ദർശനം ഉണ്ടാകുന്നതും ശൗൽ പൗലോസായി രൂപാന്തരപ്പെടുന്നതും. ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് പുതിയ ഊർജമായി ഇത് മാറി. 3 മിഷണറി യാത്രകൾ അദ്ദേഹം നടത്തി. പുതിയ നിയമത്തിൽ 13 ലേഖനങ്ങളും തൻ്റെതായി ചമച്ചു. എബ്രായ ലേഖനവും പൗലോസ് എഴുതിയതായി പറയപ്പെടുന്നു. അനേകം പ്രദേശങ്ങളിൽ സഭ സ്ഥാപിക്കുകയും താൻ സ്ഥാപിച്ച സഭകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാരല്ലാത്ത ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച് അവരെ സഭയിൽ ചേർത്തു. പൗലോസിന്റെ രക്തസാക്ഷി മരണം സംഭവിക്കുന്നത് റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കാലത്താണ്. റോമിൽ തടവിൽ ആക്കപ്പെടുകയും ഒരു റോമ പൗരനാകിയാൽ നീചമായ ക്രൂശ് മരണം നൽകാതെ AD 67 ജൂൺ 29 അദ്ദേഹത്തെ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ജൂൺ 29 പത്രോസ് ലീഹായോടൊപ്പം പൗലോസ് ലീഹായുടെ ഓർമ്മ കൊണ്ടാടുന്നു.